നമസ്കാരം പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ, ട്രിക്ടേണിൻ്റെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അത് പ്രിലിംസ് പരീക്ഷയ്ക്ക് നമുക്ക് നൽകിയിട്ടുള്ള 10 മാർക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 3 പാർട്ടുകളായി തിരിച്ചുകൊണ്ട് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നിങ്ങനെ 10 മാർക്കിന് മുഴുവൻ സിലബസിൽ ചോദിക്കാൻ സാധ്യതയുള്ള മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ 3 പാർട്ടുകളിലായി തിരിച്ച് കേരള PSC നമ്മളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതേതെല്ലാമാണ് എന്ന് മനസ്സിലാക്കി വെക്കൂ എന്ന നിലയിലാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും മുഴുവൻ ചേർത്തുകൊണ്ടുള്ള മാർക്കാണ് ഇവിടെ 10 മാർക്ക് എന്ന് പറയുന്നത്. ഈ 10 മാർക്ക് മുഴുവനായി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിലബസ് എന്താണ്, സിലബസ് ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, ഇത് മുഴുവനായും എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമോ, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് കേരള PSC ഏറ്റവും കൂടുതലായി ഈ സിലബസിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ കൂടുതലായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അതെങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഈ സിലബസ് ഡീകോഡിംഗ് എന്നറിയപ്പെടുന്ന ഭാഗത്തിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ശരി, ആദ്യം നമുക്ക് നോക്കാം, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യം മാത്രമായി നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഏകദേശം 6 ചോദ്യങ്ങളോളം മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് 2 വിഷയങ്ങളെ സംബന്ധിച്ച് കേരള ഹിസ്റ്ററിയും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും സംബന്ധിച്ച് നോക്കിയാൽ അല്പം കുറവ് ചോദ്യങ്ങളായിരിക്കാം ഇന്ത്യൻ ഹിസ്റ്ററിയെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടുമിക്കപ്പോഴും പ്രിലിംസ് പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ് എന്നാണ് അർത്ഥം. 7 മാർക്കിനോളം കേരള PSC മുമ്പ് ചോദിച്ച ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഏറ്റവും അധികം ടോപ്പിക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഭാഗം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഭാഗം തുടങ്ങുന്നത് മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭാഗം മുതൽക്കാണ്. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് മിഡിവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ എന്നിങ്ങനെ തിരിച്ചിട്ടുള്ള 3 ഭാഗങ്ങളിൽ മധ്യകാല ഇന്ത്യ മുതൽ ആധുനിക ഇന്ത്യ വരെയുള്ള മൊത്തത്തിലുള്ള സമഗ്രമായ ചരിത്രത്തെയാണ് കേരള PSC പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഞാനൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, ശ്രദ്ധിക്കുക. SSCERT ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ ഈ ടോപ്പിക്കുകളെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ സിലബസിനെ സമീപിക്കേണ്ടത് എന്നൊരു ചോദ്യം പൊതുവിൽ എല്ലായ്പ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതിന് ഒരു ഉത്തരം നൽകട്ടെ. SSCERT ടെക്സ്റ്റ് ആയാലും NCERT ടെക്സ്റ്റ് ആയാലും മർമ്മപ്രധാനമായ ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങളാണ്. അത് നന്നായി മനസ്സിലാക്കുക. അതിൽ ഏതെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, സിലബസിന്റെ ഭാഗമായി ആ കാര്യങ്ങൾ എന്തെല്ലാം തരത്തിൽ കൊടുത്തിട്ടുണ്ടോ, അത് കുട്ടികൾക്ക് ഏതെല്ലാം തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. കാരണം അത് പരീക്ഷകളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരീക്ഷകളിൽ വരാൻ SSCERT ടെക്സ്റ്റ് ആയാലും NCERT ടെക്സ്റ്റ് ആയാലും ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സാധ്യത ഏറെയാണ്. ഇതിന് മുൻകാലങ്ങളിൽ നടത്തപ്പെട്ട പരീക്ഷകളുടെ ഉദാഹരണങ്ങൾ തെളിവായി നമുക്ക് കാണാനും സാധിക്കും. എന്നിരുന്നാലും NCERT ടെക്സ്റ്റുകൾ തന്നെയാണ് കൂടുതൽ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കാനും പഠിക്കുന്നതിന് വേണ്ടി പൊതുവിൽ ഡിഗ്രി പരീക്ഷകളിൽ സമീപിക്കാറുള്ളത്. എന്നാൽ അതിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ SSCERT ടെക്സ്റ്റുകൾ ഉള്ളത് എന്നതുകൂടി മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ SSCERT ടെക്സ്റ്റിനും NCERT ടെക്സ്റ്റിനും കൂടുതൽ പ്രാധാന്യം, രണ്ടിനും ഒരുപോലെ ഏകദേശം പ്രാധാന്യം കൈവരുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിലബസ് ഡീകോഡിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സിലബസിനെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മധ്യകാല ഇന്ത്യ എന്നറിയപ്പെടുന്ന തുടക്ക ഭാഗം നൽകിക്കൊണ്ട് കേരള PSC നമ്മളോട് പഠിക്കാൻ പറയുന്ന ഭാഗം എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് നോക്കുക. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബികളുടെ സിന്ധ് ആക്രമണം മുതൽക്ക് തന്നെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തി സർവ്വസാധാരണയായി കണക്കാക്കാറുള്ളത്.
അതിൽ അറബികളുടെ സിന്ധ് ആക്രമണം എന്നറിയപ്പെടുന്ന ഭാഗം മുതൽക്ക് തന്നെ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു ശക്തിമത് കേന്ദ്രം ഉണ്ടാകുന്ന ഘട്ടം വരെയുള്ള, അല്ലെങ്കിൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടം വരേക്കും നമ്മൾ മധ്യകാല ഇന്ത്യ എന്ന ചരിത്ര പശ്ചാത്തലത്തെ അല്ലെങ്കിൽ ചരിത്ര കാലഘട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പൊതുവിൽ ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ച് പോരാറുള്ളത്. ഇതിനിടയിലേക്കാണ് ബ്രിട്ടീഷുകാരുടെ ആഗമനം ഉണ്ടാകുന്നത്, യൂറോപ്യന്മാരുടെ ആഗമനവും എല്ലാം ഉണ്ടാകുന്നത്. നമുക്കത് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് മധ്യകാല ഇന്ത്യയിൽ കൂടുതലായി ചോദിച്ച് കാണാറുള്ള ഭാഗങ്ങളെ ഒന്ന് ഡീകോഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബികളുടെ സിന്ധ് ആക്രമണം AD 712 ശേഷമുള്ള കാലഘട്ടമായിരുന്നാലും, ഡൽഹി സുൽത്താനേറ്റിന്റെ ഉദയ കാലഘട്ടമായിരുന്നാലും, അതിനുശേഷം വന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ കാര്യമായിരുന്നാലും, മുഗൾ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടങ്ങളിൽ തന്നെ അധികാരത്തിൽ സർവശക്തി നേടി വരുന്ന മറാഠ സാമ്രാജ്യത്തെക്കുറിച്ചായാലും ബാമിനി രാജവംശത്തെക്കുറിച്ചായാലും, ഇനി അങ്ങനെയുമല്ല മറ്റേതെങ്കിലും തരത്തിൽ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചായാലും ഒക്കെയും മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഭൂമികയിൽ അല്ലെങ്കിൽ വിശാലമായ ഒരു ടോപ്പിക്കിന്റെ ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കേണ്ട അല്ലെങ്കിൽ പരാമർശിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ തുടക്കത്തിലേ മനസ്സിലാക്കുക. അപ്പൊ മധ്യകാല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ കിടക്കുന്നത് വലിയ തോതിലുള്ള ഒരു ചരിത്രത്തെ അപഗ്രഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള PSC തന്നിട്ടുള്ള സിലബസിൽ ഒരു ചെറിയ ഭാഗം എന്ന നിലയിൽ, സംക്ഷിപ്ത രൂപം എന്ന നിലയിൽ കൊടുത്തിട്ടുള്ളതാണ് എന്തെന്നറിയപ്പെടുന്ന മിഡിവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഒരു പോർഷനാണ് കേരള PSC ഒരു ചെറിയ രൂപത്തിൽ, ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ, ഒരു ചെറിയ വാക്ക് എന്ന നിലയിൽ ഇവിടെ ഒതുക്കി വെച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡിവൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാലഘട്ടം ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വാസ്തുവിദ്യ ഘടന ഏത് തരത്തിലൊക്കെയാണ് ഈ സാമ്രാജ്യങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത്, അതുമല്ല എങ്കിൽ അവരുടെ ഭരണ സമ്പ്രദായം എങ്ങനെയാണ്, അവിടുത്തെ ഭരണാധികാരികൾ ആരെല്ലാമാണ്, അവരുടെ നയങ്ങളെല്ലാം എന്തെല്ലാമായിരുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ ഭരണപരമായി എന്തെല്ലാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഭരണാധികാരികളുടെ കാലഘട്ടത്തെ മുഴുവനായി ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെതായാലും ബാമിനി രാജവംശത്തിൻ്റെതായാലും സിഖ് രാജവംശത്തിൻ്റെതായാലും മറാഠ രാജവംശത്തിൻ്റെതായാലും ഒക്കെയുള്ള ചരിത്രങ്ങൾ പരാമർശിക്കുന്നത് മൊത്തത്തിലായിട്ട്, സൂർ രാജവംശത്തിൻ്റെതായാലും മൊത്തത്തിൽ പരാമർശിക്കുന്നത് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ്. കേരള PSC ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് മിഡിവൽ ഇന്ത്യ ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റുക മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിനെയും കുറിച്ചും ഒക്കെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും ഏറ്റവും കൂടുതലായി ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുള്ള അല്ലെങ്കിൽ കൂടുതലായി വന്ന് ഭവിക്കാറുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ടോപ്പിക് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ആധിപത്യമാണ്, ബ്രിട്ടീഷുകാരുടെ വരവാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏതെല്ലാം തരത്തിലാണ് ആധിപത്യ സ്വഭാവത്തോടുകൂടി ശക്തി കേന്ദ്രമായി, അധികാര ദുർഗമായി വളർന്നത് തുടങ്ങിയ കാര്യങ്ങളും, അതിൽ നിന്ന് എങ്ങനെയാണ് 1857 കലാപം സൃഷ്ടിച്ചെടുക്കപ്പെട്ടത്, അതുണ്ടായത് തുടങ്ങിയ ഘട്ടം വരെയാണ് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്ത് സിലബസിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുക. അതിനൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണം മുതൽക്ക് തന്നെ പ്ലാസി യുദ്ധ കാലഘട്ടം വരേക്ക് തന്നെ നമുക്കൊരു ഘട്ടമായിട്ട് പരാമർശിക്കാൻ സാധിക്കും. അതായത് ഇന്ത്യയിൽ നിന്ന് ശക്തമായ വിഭവ ചോർച്ച ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഭരണകാലഘട്ടത്തെ അല്ലെങ്കിൽ അവരുടെ അധിനിവേശ കാലഘട്ടത്തെ ആദ്യം രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടം നമുക്ക് പഠിക്കേണ്ടതായി വരും. അതോടൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കുന്ന 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബക്സാർ യുദ്ധവും കടന്ന് അവർക്ക് ആധിപത്യ സ്വഭാവമുള്ള ഘട്ടത്തിലേക്ക് വരുന്നത് വരെയുള്ള ഒരു ഘട്ടവും നമുക്ക് ഈ സിലബസിന്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ അധികാര കേന്ദ്രങ്ങൾ, അവർ ഏതൊക്കെ വിധത്തിലാണ് അധികാരം പിടിച്ചെടുത്തത്, അനക്സേഷൻ പോളിസി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയെ പോലെയുള്ള വ്യവസ്ഥകളും നമുക്ക് ഈ ഭാഗത്താണ് വ്യക്തമായി പഠിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രൂപീകരണവും വ്യാപനവും അതിൻ്റെ വലിയ തോതിലുള്ള
നയങ്ങളും, നികുതി നയങ്ങളാകട്ടെ, സാമൂഹിക ക്രമങ്ങളാകട്ടെ, ഏതൊക്കെ തരത്തിലാണ് ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ അതിനെ ഉരുവപ്പെടുത്തിയെടുത്തത്, മാറ്റിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളും ഈ ഭാഗത്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അവരുടെ സാമ്പത്തിക നയങ്ങളാകട്ടെ, അവരുടെ ഭരണക്രമങ്ങളാകട്ടെ, ഭരണ സംവിധാനങ്ങളാകട്ടെ, അതുപോലെ തന്നെ അവർ ഏതെല്ലാം വിധത്തിലാണ് സാമൂഹിക ഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ അവരുടെ കോളനിയാക്കി മാറ്റിയത് തുടങ്ങിയ ഭാഗങ്ങൾ ഈ ബ്രിട്ടീഷ് അധിനിവേശം എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. മൂന്നാമത്തെ ഭാഗങ്ങൾ അതോടൊപ്പം ചേർന്നൊരു കാര്യം കൂടി പറയട്ടെ, അവർ നടത്തിയ യുദ്ധങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഇപ്പോൾ കർണാട്ടിക് യുദ്ധമാകട്ടെ, മൈസൂർ യുദ്ധമാകട്ടെ, അതുപോലെ തന്നെ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാകട്ടെ തുടങ്ങിയ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ കലാപങ്ങളുടെ മറ്റേതെങ്കിലും അധിനിവേശ ശക്തികളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഭരണാധികാരികളുമായി തമ്മിലോ നടത്തിയ കലാപങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യയുടെ തുടക്കം എന്ന് പറയുന്ന ഭാഗമാണ്. ആധുനിക ഇന്ത്യയുടെ തുടക്കം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശം എന്നറിയപ്പെടുന്ന ഭാഗവും ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ്ലി പിന്നീട് കടക്കുന്നത് ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് പിന്നീട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു ഇടനാഴി എന്ന നിലയിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഘട്ടമാണ് 1857 കലാപം. ഇതാണ് നമുക്ക് മൂന്നാമതായി സിലബസിൽ കൊടുത്തിട്ടുള്ള ഭാഗം എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതലായി കേരള PSC ചോദിച്ച് വശം കെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് 1857 കലാപം എന്നറിയപ്പെടുന്നത്. കലാപം എന്തുകൊണ്ടുണ്ടായി, കലാപത്തിന്റെ നേതാക്കൾ ആരെല്ലാമാണ്, കലാപം ഏതെല്ലാം പ്രദേശത്ത് നടന്നു, കലാപത്തിന്റെ ഗതി എങ്ങനെയായിരുന്നു, കലാപം പരാജയമായിരിക്കാൻ കാരണം എന്താണ്, കലാപം പരാജയപ്പെടുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തെല്ലാമാണ്, കലാപം അടിച്ചമർത്തപ്പെട്ട സാഹചര്യം എന്തെല്ലാമാണ്, കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളെ കുറിച്ചുള്ള കൃതികളാകട്ടെ, സിനിമകളാകട്ടെ, അതോടൊപ്പം ചേർന്ന മറ്റ് സംഭവ വികാസങ്ങളാകട്ടെ കേരള PSC കൂടുതലായി ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക് എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കുന്ന, കേരള PSC ഒരിക്കലും കൈവിട്ട് കളയാത്ത ഭാഗങ്ങളിൽ ഒന്നാണ് 1857 കലാപം. ഏതെങ്കിലും തരത്തിൽ ഒരു കലാപം എന്ന നിലയിലേക്ക് മാത്രം ചുരുക്കാതെ അതിന് നല്ലൊരു ഹോട്ട് ടോപ്പിക്കായി കേരള PSC മാറ്റിയെടുത്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുള്ള ഭാഗങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്നത് നമ്മുടെ 1857 കലാപത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്നത് കൂടുതൽ അതിന്റെ പ്രാധാന്യത്തെ ഇരട്ടിപ്പിച്ച് കാണിക്കുന്നതാണ്. ഇനി നാലാം ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിലബസിന്റെ നാലാം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കൊടുത്തിട്ടുള്ള നാലാമത്തെ കാര്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണമാണ്. 1885 രൂപീകരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഘട്ടം വരെയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഭാഗധേയമാക്കി തീർത്ത, അതിൻ്റെ സംഭാവനകൾ കൊണ്ട് വിപുലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനങ്ങളും അത് മുന്നോട്ട് വെച്ച നയപ്രമേയങ്ങളും എല്ലാം തന്നെ ഈ ഭാഗത്ത് വളരെ കാര്യഗൗരവ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് കേരള PSC ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളും ചോദ്യങ്ങളും വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പറയട്ടെ, ഹോട്ട് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഴിച്ചുകൂടാനാകാത്ത കേരള PSCയുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു പ്രധാന ഘടകമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യാപനം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഏതെല്ലാം വിധത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വാധീനിച്ചത്, അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളും ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഘട്ടം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സിലബസിലെ ഭാഗം വരുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി തീവ്രവാദി ഘട്ടവും ഇതിനോടൊപ്പം ചേർത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. തീവ്രവാദികളും മിതവാദികളും ചേരിതിരിഞ്ഞുള്ള അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കോൺട്രിബ്യൂഷനുകളും ഏതൊക്കെ വിധത്തിലാണ് അത് പിന്നീടുള്ള രാഷ്ട്രീയ ഘടനയെ നിർണയിച്ചത് തുടങ്ങിയ കാര്യങ്ങളും ഇതോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ്. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയപരമായ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംഘടനകളും ഈ ടോപ്പിക്കിന്റെ കൂടി ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഭാഗം എന്ന നിലയിലല്ല
കേരള PSC ഇതുവരെയുള്ള പ്രിലിംസ് പരീക്ഷയ്ക്കാകട്ടെ മറ്റ് മെയിൻസ് പരീക്ഷകൾക്കാകട്ടെ ഈ ഭാഗത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും കേരള PSC ചോദിച്ചിട്ടുണ്ട്. അതും ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ 4ാമത്തെ ഭാഗവും കംപ്ലീറ്റഡ് ആയി. അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് സിലബസിലെ 5ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുള്ള ഈ സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ബംഗാൾ വിഭജനത്തോടു കൂടി ആരംഭിച്ച് 1757 പ്ലാസി യുദ്ധവും കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വളരെ ശക്തമായ ചൂഷണം നടത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു സഡൻ ബ്രേക്ക് എന്ന നിലയിൽ ഇന്ത്യക്കാർ നടത്തിയ ഒരു പ്രസ്ഥാനം എന്ന നിലയിലേക്ക് സ്വദേശി പ്രസ്ഥാനം വളർന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ആ ഭാഗത്ത് ഇതിന്റെ നേതാക്കൾ ആരെല്ലാമാണ്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗതി എപ്രകാരമാണ് നിർണയിക്കപ്പെട്ടത്, സ്വദേശി പ്രസ്ഥാനം ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം കാലഘട്ടത്തിൽ രൂപം കൊണ്ടുവന്നു, അതോടൊപ്പം തന്നെ അതിന്റെ ലീഡർമാർ ഏതെല്ലാം വിധത്തിലുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്, അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്, സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയതാ പ്രസ്ഥാനത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഗതിയെയും ഏതു വിധത്തിൽ നിർണയിച്ചു തുടങ്ങിയ കാര്യങ്ങളും ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബംഗാൾ വിഭജനത്തോടനുബന്ധിച്ച് സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ആ മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ ഹോം റൂൾ പ്രസ്ഥാന കാലഘട്ടം വരേക്കുമുള്ള ഭാഗങ്ങൾ ഏകദേശം ഉൾക്കൊള്ളുന്നതും നമ്മുടെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ സിലബസിന്റെ ഭാഗങ്ങളിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സിലബസിന്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും അത് മാത്രം മുൻനിർത്തുന്ന ഒരു ടോപ്പിക്ക് എന്ന നിലയിലേക്ക് നമ്മൾ പഠിച്ചവസാനിപ്പിക്കാതെ അതിനോട് ഇഴചേർന്ന് കിടക്കുന്ന, അതുകൂടി ചേരാതെ ഈ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഇതിന്റെ ടോപ്പിക്കോ കംപ്ലീറ്റ് ആകില്ല എന്ന ധാരണ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതോടു കൂടി സിലബസിനെ കുറിച്ചുള്ളൊരു ധാരണ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതിനെ കുറച്ചുകൂടി ദൃഢമാക്കുന്ന വിധത്തിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ സ്വദേശി പ്രസ്ഥാനം മാത്രം ഉൾക്കൊള്ളുന്നില്ല, അതിന്റെ അനുബന്ധ സംഭവങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇത്രയും പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സിലബസിന്റെ ഡീകോഡിംഗ് എന്നറിയപ്പെടുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ സിലബസിന്റെ ഡീകോഡിംഗ് ഭാഗത്ത് കൃത്യമായി എന്തെല്ലാം കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ആ ടോപ്പിക്കിൽ സബ് ടോപ്പിക്കായി പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊരു ധാരണ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ ഈ കാലഘട്ടമായിട്ടോ അല്ലെങ്കിൽ സിലബസിൽ കൊടുത്തിട്ടുള്ള വസ്തുതാപരമായ സംഭവങ്ങളുമായിട്ടോ ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സിലബസിനെ കുറിച്ചൊരു ധാരണ കിട്ടി. ആ ധാരണയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 6ാം ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ സാമൂഹിക മത സാംസ്കാരിക നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേരുക. അതിലാണ് പ്രധാനമായും നമുക്ക് പഠിക്കേണ്ട ബ്രഹ്മസമാജവും ആര്യ സമാജവും അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജവും പോലെയുള്ള ഭാഗങ്ങൾ വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഈ വിശദീകരിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാന നേതാക്കളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് രാജാറാം മോഹൻ റോയെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ 6ാമത്തെ ടോപ്പിക്കായ സോഷ്യൽ റിഫോം മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടതാണ് എന്ന ധാരണ നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചോദ്യങ്ങൾ ഇതിനു മുമ്പ് വന്ന ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശ്രദ്ധിക്കുക, നമുക്കറിയാം രാജാറാം മോഹൻ റോയെ കേരള PSC ഒരിക്കൽ പോലും കൈവിട്ടിട്ടില്ല. സിലബസിന്റെ ഭാഗത്ത് വ്യക്തമായി പരാമർശിച്ചിട്ടില്ല എങ്കിലും ഈ ഭാഗത്ത്, അതായത് സോഷ്യൽ റിഫോം മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു നവോത്ഥാന നായകനാണ് ഇന്ത്യ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. അദ്ദേഹം മാത്രമല്ല, ആത്മാറാം പാണ്ഡുരംഗിന്റെ കാര്യമാകട്ടെ, ഇനി ഏതെങ്കിലും മറ്റർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന നവോത്ഥാനമെന്നോ അല്ലെങ്കിൽ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ലീഡർമാര് എന്ന് പറയുന്ന വിവേകാനന്ദനോ സ്വാമി ദയാനന്ദ സരസ്വതിയോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാകട്ടെ, ഇനി അങ്ങനെയുമല്ല
സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെയുള്ള രാഷ്ട്രീയവും മതവും ഒരുപോലെ കൈകാര്യം ചെയ്ത നേതാക്കളാകട്ടെ, ഇവരെല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ടോപ്പിക്കാണ്, ഭാഗമാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഇതും ഒരു ഹോപ്പ് ടോപ്പിക്കാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കൂടുതലായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പഠിച്ചിരിക്കേണ്ട, കൂടുതൽ അധ്യായങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ട, ഒരുപാട് പേരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം എന്ന നിലയിൽ കൂടി സിലബസിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ കാണേണ്ട ഭാഗമാണ് ഈ ആധുനിക ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ആറാം ഭാഗത്ത് അല്ലെങ്കിൽ സിലബസിന്റെ 6ാം ഭാഗത്ത് ഇടം പിടിച്ചിട്ടുള്ള സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ ഭാഗം അവസാനിക്കുന്നില്ല. ഈ ഭാഗം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിന്റെ സബ് ടോപ്പിക്കായി വരുന്ന കാര്യം മനസ്സിലാക്കുക. അതിങ്ങനെയാണ്, അത് വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന കാര്യമാണ്. സാമൂഹിക മത നവീകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സാമൂഹികപരമായി ഉടലെടുത്തിരുന്ന ഉപജാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എതിരായി തന്നെ ബ്രിട്ടീഷുകാർക്കു എതിരായിട്ട് കൂടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്ത തീവ്ര ദേശീയവാദ പ്രസ്ഥാനങ്ങളും ഈ ടോപ്പിക്കിന്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരള PSC ഈ ഭാഗം ഡയറക്ട്ലി നമ്മളോട് ചോദിച്ചിട്ടില്ല. റവല്യൂഷണറി മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം കൂടുതലായി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. തീവ്രവാദികൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന മറ്റൊരു അധ്യായത്തിൽ നമ്മൾ കുറച്ചുകൂടി വിപുലമായി പഠിക്കുമെങ്കിലും ഒട്ടുമിക്ക ടോപ്പിക്കുകളെയും കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒട്ടുമിക്ക സംഭവ വികാസങ്ങളെയും കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുക സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ്. ആ ഭാഗം കൂടി നമ്മുടെ ഈ 6ാം ഭാഗത്ത് കൃത്യമായി ഉൾച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 7ാം ഭാഗം എന്നറിയപ്പെടുന്നത് പത്രങ്ങളെ കുറിച്ചാണ്. പത്രങ്ങളെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കല, സാഹിത്യം, സംസ്കാരം പോലെയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അതുകൂടി ഉൾച്ചേർന്നതാണ് ഈ പത്രവുമായി ബന്ധപ്പെട്ട 7ാമത്തെ ടോപ്പിക്ക് എന്നറിയപ്പെടുന്നത്. 7ാമത്തെ ടോപ്പിക്കിൽ തന്നെ നമുക്ക് ആ ടോപ്പിക്കിന്റെ ഹെഡിങ് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്രങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്, അതിൻ്റെ സ്ഥാപകരാരെല്ലാമാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട നയങ്ങൾ എന്തെല്ലാമാണ്, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പത്രങ്ങൾ എന്ന നിലയിൽ നയിച്ചത് ഏത് വിധത്തിലാണ്, പത്രങ്ങളുടെ കാലഘട്ടം ഏതെല്ലാമാണ്, പത്രങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശത്തെ ശക്തമായി ചെറുത്തത് ഏതെല്ലാം പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇതേ ന്യൂസ് പേപ്പർ എന്നറിയപ്പെടുന്ന 7ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 7ാം ഭാഗത്ത്, സിലബസിന്റെ 7ാം ഭാഗത്ത്, ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഇതേ സെഷനിലാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങൾ മാത്രമല്ല ഈ ടോപ്പിക്കിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഏതെല്ലാം വിധത്തിൽ നിർണയിച്ച മറ്റ് ഘടകങ്ങളുമായി കൂടി നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ് എന്നതിനെ ബോധ്യപ്പെടുത്തുന്നതിന് ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് കലയും സാഹിത്യവും സംസ്കാരവും ഉൾപ്പെടുന്ന ഭാഗമാണ്. സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇതിന്റെ ഭാഗമായി തന്നെ ചേർത്ത് വായിക്കാൻ സാധിക്കില്ല എങ്കിലും ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക് കൂടി ഇതിൻ്റെ അകത്ത് വരുന്നതായി കാണാൻ സാധിക്കും. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കലാസാഹിത്യം എന്ന ഭാഗത്ത് വരുന്നത്? അതിപ്പോൾ കൃതികളായിട്ടാകാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ കൃതികളെക്കുറിച്ചും അതിൻ്റെ രചയിതാക്കളെക്കുറിച്ചും വളരെ വിസ്തരിച്ച് തന്നെ, വളരെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ സിലബസിന്റെ ഭാഗമായി ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെ ചോദിച്ച ഭാഗങ്ങളിൽ ഹോട്ട് ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം എന്നറിയപ്പെടുന്നത് ഈ പത്രവും കലയും സാഹിത്യവും ഒക്കെ തന്നെയാണ്. അപരീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടുന്ന, ബങ്കിം ചന്ദ്ര ചാറ്റർജി ഉൾപ്പെടുന്ന, രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടുന്ന വലിയൊരു നേതൃത്വ നിര തന്നെ നമുക്ക് ഇന്ത്യയിലെ കലയുമായും സാഹിത്യവുമായും സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാതൃമൂർത്തി എന്നറിയപ്പെടുന്ന, ഭാരത് മാത എന്നറിയപ്പെടുന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടായാലും, അതുപോലെ തന്നെ അമൃത ഷേർഗിലുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടതായാലും ഒക്കെയും നമുക്ക് ചിത്രകലയുമായാലും സാഹിത്യത്തിലായാലും കലാസംസ്കാരം എന്ന് പറയുന്ന വലിയ വിഭാഗത്തിലായിരുന്നാലും ഈ ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സിലബസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നു കാണുന്ന ഭാഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട 7ാം ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7ാം അധ്യായം, സിലബസിൻ്റെതായ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 7ാം ഭാഗം എന്ന് പറയുന്നത്.
അടുത്തതായി നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആർട്ട്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അതിനെ ഏത് വിധത്തിൽ സ്വാധീനിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ് കവിതയും പെയിന്റിങ്ങും ഫിലിംസും. നമുക്കറിയാം ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സിനിമാ ചിത്രീകരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്ന് തന്നെ ചില ചില കവിതകൾ വരുന്നുണ്ട്, ചില കഥകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് സാദത്ത് ഹസൻ മന്ദു എഴുതിയ കൃതികളാകട്ടെ, ഇതെല്ലാം കേരള PSCക്ക് ഏറ്റവും ഉചിതമായി ചോദിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സാഹിത്യ രചനകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായ സാഹിത്യ രചനകൾ ഏതെല്ലാം വിധത്തിലാണ് ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങളെ കൂടുതൽ ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങളിലേക്ക്, അവരുടെ സ്വാതന്ത്ര്യ സമര തീക്ഷ്ണതയിലേക്ക് അവരെ നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളുമെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. വന്ദേ മാതരമാകട്ടെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം പോലെയുള്ള നോവലുകളാകട്ടെ, ഇതൊക്കെയും ഈ ഭാഗത്ത് പരാമർശിച്ചുകൊണ്ടാണ് ബാക്കി അധ്യായങ്ങളെ കൂടി കൂട്ടിയിണക്കാൻ വേണ്ടി ഈ ടോപ്പിക്കിനെ കേരള PSC നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അത് സിലബസിന്റെ ഭാഗമായി നമ്മൾ കാര്യമാത്ര പ്രസക്തിയോടെ തന്നെ പഠിക്കേണ്ട കാര്യം കൂടിയാണ്. എട്ടാമത്തെ ഭാഗത്ത്, സിലബസിന്റെ 8ാം ഭാഗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കൊടുത്തിരിക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് വളരെ വിശാലമായ, വളരെ വൈഡായിട്ടുള്ള, നമുക്ക് അത്ര തന്നെ വിശാലമായി പഠിക്കേണ്ട മഹാത്മാഗാന്ധിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളും എന്ന ഭാഗമാണ്. മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്നാൽ തന്നെയും ഇന്ത്യയുടെ പകുതി ചരിത്രമായി. ആ ചരിത്രത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ നമുക്ക് രണ്ടായി വേർപെടുത്തി പഠിക്കേണ്ട ഭാഗങ്ങൾ, ഒന്ന് എന്നറിയപ്പെടുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു, മഹാത്മാഗാന്ധിയാണ്. മറ്റൊന്ന് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ പഠിക്കേണ്ടത്. മഹാത്മാഗാന്ധിയുടെ ജനനം മുതൽക്ക് തന്നെ 915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ 3 സത്യാഗ്രഹങ്ങളിലൂടെ പോയി. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള വിവിധ സമരങ്ങളുടെ അധ്യായങ്ങളിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കേരള PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് മർമ്മസ്പർശിയായി കേരള PSC ഒരുപാട് തവണ ചോദിച്ച് നമ്മൾ ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പരീക്ഷിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരു PSC പരീക്ഷ എന്ന നിലയിൽ ആദ്യം സമീപിക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരങ്ങളും എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളവരുമാണ്. ആ സംഭവത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിൽ കേരള PSC നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനോടകം നമ്മളെ സൂചനകൾ നൽകിയിട്ടുണ്ട്. ആ ഭാഗം കൃത്യമായി പഠിച്ചു പോകേണ്ടതാണ്. അതിൽ തന്നെ നമുക്ക് മഹാത്മാഗാന്ധിയുടെ വരവെടുക്കാം. ചമ്പാരൻ സത്യാഗ്രഹമാകട്ടെ, അഹമ്മദാബാദ് തുണിമിൽ സമരമാകട്ടെ, ഖേദ സത്യാഗ്രഹമാകട്ടെ, മഹാത്മാഗാന്ധി അതിനുശേഷം നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആയാലും, ഇനി അതോടൊപ്പം തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ ആയാലും, അതോടൊപ്പം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയാലും, മഹാത്മാഗാന്ധിയുടെ കൊലപാതകം വരേക്കുള്ള ഘട്ടങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത്, മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന ഭാഗത്ത് പഠിക്കേണ്ടത്. എന്നാൽ അത്ര തന്നെ വിശാലമായ മറ്റൊരു അധ്യായം കൂടി ഇതേ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പൂർവ്വകാലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളെ കൂടി ആസ്പദമാക്കിക്കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ 1857 കലാപങ്ങൾ ഉൾപ്പെടെയുള്ള, കലാപത്തിന് ശേഷമോ അല്ലെ അതിനു മുമ്പ് നടന്ന ഭാഗങ്ങളോ കൂടി ഭാഗമായി ചേർന്നു വരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഘടകമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈഡായിട്ടുള്ള, വലിയ വിശാലമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സിലബസിന്റെ 8ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നത് മറ്റൊരു പ്രധാന സവിശേഷതയാണ്. ഇനി 9ാം അധ്യായത്തിൽ പറയുന്നതാകട്ടെ ഇന്ത്യയിൽ ഉണ്ടായ തീവ്ര ദേശീയവാദ ഘട്ടത്തെക്കുറിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ തീവ്ര ദേശീയവാദ ഘട്ടത്തെ ഒരു അധ്യായത്തിന്റെ ഭാഗമായി മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്നറിയപ്പെടുന്നത്, തീവ്രവാദ പ്രസ്ഥാനം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തി നിന്നപ്പോൾ അതിൻ്റെ സംഘടനാ രൂപങ്ങൾ ഏതെല്ലാം വിധത്തിലായിരുന്നു, അതിന് നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു, ആ നേതൃത്വം ഏതെല്ലാം വിധത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി നിർണയിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീവ്ര ദേശീയവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗം നമുക്കായി പഠിക്കാൻ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന നിലയിൽ നിന്ന് അത്യാവശ്യം അതിൽ നിന്നൊരു മോചനം നേടി നിൽക്കുന്ന
ഒരു ഭാഗമാണ് ഈ തീവ്ര ദേശീയവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. കൂടുതലായി കേരള PC ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല എന്നതും ഒരു സവിശേഷതയാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ, ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താൻ പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഈ തീവ്ര ദേശീയവാദ പ്രസ്ഥാനങ്ങൾ എന്ന് കരുതി അതിന് പ്രാധാന്യമില്ല എന്നോ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഉണ്ടാകില്ല എന്നോ അല്ല അതിൻ്റെ അർത്ഥമാക്കേണ്ടത്. മറ്റ് ടോപ്പിക്കുകളെ എടുത്തു നോക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് കേരള PC ഒഴിച്ചുകൂടാനാകാത്ത വിധത്തിൽ ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് സംഭവങ്ങളുമായി കൂടി ഈ തീവ്ര ദേശീയവാദ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ വിധത്തിൽ ചോദ്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി അനുശീലൻ സമിതിയെക്കുറിച്ചാകട്ടെ, അതോടൊപ്പം ചേർന്ന് വരുന്ന യുഗാന്തർ എന്നറിയപ്പെടുന്ന പത്രങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഇനി ഗദ്ദർ പാർട്ടിയുമായി ബന്ധപ്പെട്ടായാലും അതോടൊപ്പം ചേർന്ന് വരുന്ന ഇന്ത്യയിൽ ഉണ്ടായ തീവ്ര ദേശീയവാദ പ്രസ്ഥാനങ്ങളായാലും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആകട്ടെ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആകട്ടെ, ഭഗത് സിംഗ് ആകട്ടെ, അരബിന്ദോ ഘോഷ് ആകട്ടെ, ഇനി അതുപോലെ തന്നെ ലാലാ ലജ്പത് റായോ, ബാലഗംഗാധര തിലകോ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കന്മാരുടെ കോൺട്രിബ്യൂഷനുകളാകട്ടെ, ഇതെല്ലാം എക്സ്ട്രീമിസ്റ്റ് എന്നറിയപ്പെടുന്ന മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, ഇന്ത്യയിൽ ഉണ്ടായ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നതുകൂടി അനുഷംഗികമായി ഈ ഭാഗത്തെ വിവരിക്കുമ്പോൾ അല്ലെങ്കിൽ സിലബസിന്റെ ഭാഗമായി നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവസാനം ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ 10ാം അധ്യായത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തേണ്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഘട്ടത്തെയാണ് നമ്മൾ സിലബസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഏറ്റവും മർമ്മസ്പർശിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിന് ശേഷമുള്ള പ്രധാന നടപടിക്രമങ്ങളും അതുപോലെ തന്നെ വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യയും അതോടൊപ്പം തന്നെ വിഭജനത്തിന് ശേഷമുള്ള പാലായനവുമെല്ലാം ഈ ഭാഗത്താണ് നമ്മൾ ഉൾപ്പെടുത്തി പഠിക്കേണ്ടത്. മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരങ്ങളും എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഘട്ടം വരെയാണ് ഉള്ളതെങ്കിൽ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ഒരു ഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വലിയ ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിക്കാവുന്ന വലിയ ഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ട ഒരു സിലബസിലെ ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ 10ാമത്തെ അധ്യായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളും അതിനുശേഷമുണ്ടായ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഘട്ടവും എന്നറിയപ്പെടുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ആ ഭാഗങ്ങളെ വിശദീകരിക്കുമ്പോൾ തന്നെ നമുക്ക് സംസ്ഥാന പുനഃസംഘടന എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് കൂടി അതിൻ്റെ അകത്ത് സബ് ടോപ്പിക് ആയിട്ട്, അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് എന്ന നിലയിൽ തന്നെ നമുക്ക് കേരള PC ഇതിനോടകം ചോദിച്ച ഭാഗങ്ങളെ കൂടി മെൻഷൻ ചെയ്ത് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടമുള്ളത്. അതിലാണ് വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ അഗാധമായി തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ക്രമം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ വിഭജന കാലത്ത് നമ്മൾ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു, അത് പിന്നീട് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം ചേർന്ന് തന്നെ നമ്മുടെ സംസ്ഥാന പുനഃസംഘടന ഏതു വിധത്തിലാണ് മുന്നോട്ട് പോയത്, ഏതെല്ലാം സംസ്ഥാന പുനഃസംഘടനാ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യ നേരിട്ടു തുടങ്ങിയ കാര്യങ്ങളും ഇതേ 10ാം അധ്യായത്തിന്റെ ഭാഗമായി തന്നെ കടന്നു വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. 11ാം ഭാഗത്ത് വരുമ്പോഴാണ് അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് പതിയെ ഒന്ന് മാറി സഞ്ചരിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്കിലെ ഒരു സിലബസിന്റെ ഭാഗം മാറി സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നത്. അത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഭാഗവുമായി കൂടുതൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്കൽറ്റിയുമായി അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യായം നിങ്ങൾ അവിടെ ആയിരിക്കും കൂടുതലായി
ഭാഗമായി പരിചയപ്പെടുക. എന്നാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായി നമുക്ക് ഏതെല്ലാം വിധത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി പഠിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പരമായ കാര്യങ്ങൾ എന്തെല്ലാം വ്യത്യസ്തമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. മറ്റെല്ലാം ബാക്കി സംഭവ വികാസങ്ങളെല്ലാം വരുന്നത് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിൽ തന്നെ ആയിരിക്കും. അത് കൂടുതലായി നമ്മൾ അറിയുക, ചരിത്രപരമായി അറിയുക ഹിസ്റ്ററിയുടെ ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയായിരിക്കും. ഈ 11ാം അധ്യായത്തിന്റെ ഭാഗമായി ഉപശീർഷകത്തിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ശാസ്ത്ര പുരോഗതി, ശാസ്ത്ര നേട്ടങ്ങളെ കുറിച്ചുള്ള ഭാഗത്തായിരിക്കും നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ചർച്ച ചെയ്യുക. ഇന്ത്യൻ ഹിസ്റ്ററിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയും ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗമായി നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഈ 11ാമത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ്. വിദ്യാഭ്യാസ കമ്മീഷനുകൾ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ കമ്മീഷണർ, അതോടൊപ്പം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് 11ാം അധ്യായത്തിന്റെ ഭാഗമായി ചേർത്തു വായിച്ച് പഠിക്കേണ്ടത്. ഇത്രയും വിശാലമായ ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഭാഗമാണ്. കുറേ കാര്യങ്ങളെ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന സിലബസ് ഭാഗമാണ് 11ാം അധ്യായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അവസാനമായി ഇന്ത്യയുടെ വിദേശ നയം എന്നറിയപ്പെടുന്ന ഭാഗം കൂടി ഉൾപ്പെടുമ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി അവസാനിക്കുക. 12ാം അധ്യായം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ വിദേശ നയം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ആ വിദേശ നയത്തിൻ്റെ ഭാഗമായി ഏതെല്ലാം തരത്തിൽ ചേരിചേരാ പ്രസ്ഥാനം അതിൻ്റെ പീക്ക് ലെവലിലേക്ക് വളർന്നു വന്നു എന്നും അതിന് ഏതെല്ലാം കോൺട്രിബ്യൂഷനുകളാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നൽകിയത് എന്നും നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തികപരവും അതുപോലെ തന്നെ ഭരണപരവും നയപരവുമായിട്ടുള്ള നിലപാടുകൾ ഏതു വിധത്തിലാണ് നമ്മുടെ മറ്റ് അയൽ രാജ്യങ്ങളുമായി ചേർന്ന് കിടക്കുമ്പോൾ അതിൻ്റെ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ നയങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അധ്യായമായി നമ്മൾ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടതും 12ാമത്തെ അധ്യായത്തിലാണ്. ഉടമ്പടികളുമായി ബന്ധപ്പെട്ടും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാം ടോപ്പിക്ക് വരുന്നത് ഇതിനോടൊപ്പം ചേർന്ന് തന്നെയാണ്. ഈ ഭാഗത്ത് മറ്റൊരു സബ് ടോപ്പിക് എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സിലബസിന്റെ ഭാഗത്ത് തന്നെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി 1951 ശേഷമുള്ള ഇന്ത്യയിൽ എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി 1951 ശേഷമുള്ള ഇന്ത്യയിൽ ഏതു വിധത്തിലാണ് വർക്കായത് എന്നും തിരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പും അതിനോടൊപ്പം ചേർന്ന് തന്നെ എമർജൻസി, അതുപോലെ തന്നെ നമ്മുടെ അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളുമെല്ലാം ഏത് വിധത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ഉൾപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടി കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് 12ാം അധ്യായം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിലെ ടോപ്പിക്കുകളെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് എലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ സിലബസിൻ്റെ ഈ ഡീകോഡിംഗ് വളരെ പര്യാപ്തമാണ്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതാണ് സിലബസിൻ്റെ ഡീകോഡിംഗ് ഭാഗത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഡീപ്പായി പഠിച്ചിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു സമഗ്രമായ വിശദീകരണം എന്ന് പറയുന്നത്. അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന തസ്തികയിലേക്ക് കൂടി നമ്മളെ യോഗ്യരാക്കുന്ന വിധത്തിലേക്ക് നമുക്ക് ഓരോ മാർക്കും നഷ്ടപ്പെടാതെ, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി തന്നെ സിലബസ് ഡീകോഡിംഗ് നടത്തി കൃത്യമായി പഠിക്കേണ്ട ഭാഗങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് ഡീകോഡിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വ്യക്തമായി ചില ടോപ്പിക്കുകളെയും സബ് ടോപ്പിക്കുകളെയും അതിനോടൊപ്പം ചേർന്ന് പഠിക്കേണ്ട ചില ഭാഗങ്ങളെയും വിശദീകരിച്ച് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൂടി കണ്ടന്റുകൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കൈവശഭദ്രമായി.